അവിടുത്തെ പ്രദേശവാസി ശ്രീ RSP നേതാവ് ശ്രീ ഉല്ലാസ് കൗർ ചേരുന്നു. ശ്രീ ഉല്ലാസ് കൗർ, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിവുണ്ടോ? ഇന്ന് രാവിലെ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഇലക്ട്രിക് ലൈൻ വളരെ താഴ്ന്നു കിടക്കുകയായിരുന്നു. ഇതിലിത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും സ്കൂളിന്റെയും ഗുരുതരമായ അനാസ്ഥയാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ ആ സ്ഥലത്ത് പോയിരുന്നു, ഞാൻ ആ സ്ഥലം കണ്ടിരുന്നു. സത്യത്തിൽ ഇത് വളരെ നേരത്തെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ അറിയിക്കുകയും അത് ഉയർത്തിക്കെട്ടാനുള്ള സാഹചര്യം രൂപപ്പെടുത്തുകയും ചെയ്യാതിരുന്ന ഒരു ഗുരുതരമായ അനാസ്ഥയാണ് ഈ കുരുന്ന് ജീവൻ പൊലിയാനുണ്ടായ ഒരു സാഹചര്യം എന്നാണ് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. സത്യത്തിൽ ഇത് അധികൃതരോട് നമ്മൾ ചോദിക്കുമ്പോൾ കഴിഞ്ഞ പ്രിൻസിപ്പൾ ഇരുന്നപ്പോഴേ റിക്വസ്റ്റ് കൊടുത്തിരുന്നതാണ്, പക്ഷെ അവരിതുവരെ ചെയ്യാതിരുന്നതാണ് എന്നുള്ള ഉത്തരമാണ് അവിടുന്ന് കിട്ടുന്നത്. അത് എന്തായാലും ഇലക്ട്രിസിറ്റി ബോർഡ് ആ അപേക്ഷ കൊടുത്ത സമയത്ത് തന്നെ ഉയർത്തി കെട്ടിയിരുന്നുവെങ്കിൽ ഒരു ജീവൻ പൊലിയില്ലായിരുന്നു. സ്കൂൾ അധികൃതർ അതിനകത്തൊരു അപേക്ഷ അന്ന് തന്നെ കൊടുത്തിരുന്നു. അതൊന്ന് ടേക്കപ്പ് ചെയ്ത് ഉയർത്തി കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാണ്. സ്കൂള് മികച്ച ഒരു മാനേജ്മെന്റ് ആണ്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കൊരു ജീവൻ പൊലിഞ്ഞു പോയ ഒരു നിർഭാഗ്യകരമായ വേദനാജനമല്ലേ ഉല്ലാസ് കൗർ? ഇത് സ്കൂള് ഈ എന്താണ് അത്രയും പൊക്കമില്ലാത്ത കെട്ടിടമാണോ? ഇപ്പോൾ ഞാൻ പറയുന്നത് എത്ര താന്നാലും അത് ആ താഴ്ചയ്ക്ക് ഒരു പരിധി ഉണ്ടാവില്ലേ? ഈ ഇതിന്റെ മുകളിലേക്ക് ചെരുപ്പ് വീണത് എങ്ങനെയാണ്? കുട്ടിക്ക് കയറാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തികഞ്ഞ അനാസ്ഥ തന്നെയാണ്. സ്കൂൾ മാനേജ്മെന്റ് അപേക്ഷ കൊടുത്തിരുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതൊരിക്കലും ഇത്രയും കാലമായി കഴിഞ്ഞ പ്രിൻസിപ്പൾ ഇരുന്നപ്പോൾ കൊടുത്ത അപേക്ഷയാണെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അവർക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ചെയ്യിച്ചിരുന്നുവെങ്കിൽ നമുക്കൊരു ജീവൻ, ഒരു വിലപ്പെട്ട ജീവൻ, ഒരു 8ാം ക്ലാസ്സിലെ ഒരു കുരുന്നിന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ്. ഇത് സ്കൂളിനോട് ചേർന്ന് മറ്റൊരു ബിൽഡിംഗ് ഉണ്ടോ ഉല്ലാസ്? ഈ ഓടിട്ട കെട്ടിടം തന്നെയാണോ സ്കൂൾ, അതോ അതിനോട് ചേർന്ന് മറ്റു ബിൽഡിംഗ് ഉണ്ടോ? ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. വലിയ സ്കൂൾ. രാവിലെ കുട്ടികൾ കളിക്കുന്നതിനിടയിൽ ഇവർ ചെരുപ്പറിയോ അങ്ങനെ എന്തോ ചെയ്തിരുന്നതാണെന്നാണ് പറയുന്നത്. അത്രത്തോളം താഴ്ന്നു കിടന്നിട്ടാണല്ലോ ഇത് അങ്ങനെ സംഭവിച്ചത്. താങ്ക് യു ഉല്ലാസ് കൗർ. അല്പസമയത്ത് കുറച്ചുകൂടി ഇൻഫർമേഷനായി ഞങ്ങളൊന്ന് ബന്ധപ്പെടാം. RSP നേതാവാണ് ശ്രീ ഉല്ലാസ് കൗർ. അദ്ദേഹം ആ സ്കൂളിൽ പഠിച്ച ആളാണ്, അദ്ദേഹം അവിടെ പോയ ആളാണ്. അദ്ദേഹം പറയുന്നത് ഈ പറയുന്നത് തന്നെയാണ് KSEBയുടെ അനാസ്ഥ. സ്കൂൾ അധികൃതർ അവിടെ നേരത്തെ തന്നെ ഇത് ഉയർത്താനുള്ള അപേക്ഷ കഴിഞ്ഞ സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ഉള്ളപ്പോൾ തന്നെ കൊടുത്തതാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അത് ചെവിക്കൊണ്ടില്ല എന്നാണ് ഉല്ലാസ് കൗർ പറയുന്നത്.